ഹലോ എവരി വൺ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഈ പരിപാടി നിർത്തിപ്പോയോ എന്ന്. അതൊന്നുമല്ല കേട്ടോ. ആക്ച്വലി ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ വീട്ടിൽ പോയായിരുന്നു. പിന്നെ അല്ലാതെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു വീഡിയോ എടുത്ത് വെച്ചിരുന്നെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന പോലെ നമ്മുടെ പത്താം ഉദയത്തിൻ്റെ വീഡിയോ ആണിന്ന്. പത്താം ഉദയ ഉത്സവത്തിന് ദേവിയും മുടിയും കൂടെ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടത്. അതായത് നമ്മളുടെ അമ്പലത്തിലെ ഈ മുടിപ്പുരയുണ്ട്, അതായത് ദേവിയുടെ ശക്തി കൂടിയ രൂപമാണ് ഈ മുടി എന്ന് പറയുന്നത്. അത് അമ്പലത്തിനടുത്ത് തന്നെ ഒരു മുറി ഉണ്ടാവും, അവിടെയാണ് മുടിയെ വെക്കുന്നത്. ഇതുപോലെ ഉത്സവത്തിൻ്റെ സമയത്താണ് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. അങ്ങനെ മുടിയും ദേവിയും കൂടെ തയ്യിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോവും. അവിടെ പോയി തിരിച്ച് വന്ന് ഉള്ള ആദ്യത്തെ പരിപാടിയാണ് കൊലവാഴ വെട്ടെന്ന് പറയുന്നത്. അവിടെ നിന്ന് വന്ന് കുറച്ച് ഇങ്ങ് എത്തിക്കഴിയുമ്പോൾ ഈ മുടിക്ക് അനുഗ്രഹം കിട്ടും. അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ മുടിയുടെ കയ്യിൽ വാള് കൊടുക്കും. വാള് കൊടുത്ത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടില്ലായിരുന്നു, നിറയെ രണ്ട് സൈഡിലും വാഴ വെച്ചിരിക്കുന്ന ഈ കൊലവാഴയെല്ലാം മുടി അനുഗ്രഹം കിട്ടുമ്പോൾ അങ്ങ് വെട്ടും. വെട്ടിക്കഴിഞ്ഞ് ഇതാണ് ദേവി പോളവിളക്കിൻ്റെ മുന്നിൽ പോയിട്ട് കളിക്കുന്ന ദൃശ്യം. ഇതെല്ലാം പുതിയ ജീവിതമാക്കിയതിന് ശേഷമുള്ള പുതിയ ചടങ്ങുകളാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന സമയം കണ്ടോ, ഏകദേശം 2:27. ഈ സമയത്ത് ആണ് നമ്മളുടെ ഉത്സവത്തിൻ്റെ അടുത്ത ചടങ്ങായ ശാസ്താംതുള്ളൽ. ഇന്ന് പത്താം ഉദയത്തിന് ഒരു നാട് മുഴുവൻ ഉറങ്ങാതെ കാത്തിരിക്കുമായിരിക്കും. അത്രയ്ക്കധികം ചടങ്ങുകളാണുള്ളത്. നിങ്ങൾ വിചാരിക്കും ഇത്രയധികം ചടങ്ങുകളെല്ലാം കാണുമോയെന്ന്. ഇതറിയുന്നവർക്കറിയായിരിക്കും, അല്ലാത്തവർക്ക് ഇതൊരു പുതുമയായിരിക്കും. അപ്പോൾ ഈ ശാസ്താംതുള്ളലിന് മുന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി കുടുംബങ്ങളുണ്ടെന്ന്. അതിലൊരു കുടുംബത്തിലെ അമ്മ വന്ന് അവർക്ക് അനുഗ്രഹം കൊടുത്തു കഴിയുമ്പോഴാണ് ഈ ശാസ്താംതുള്ളലിനുള്ള പാട്ടെല്ലാം പാടുന്നത്. അപ്പോൾ മുൻപ് ഉണ്ടായിരുന്ന അമ്മൂമ്മയ്ക്ക് ഇപ്പോൾ തീരെ വയ്യ. അപ്പോൾ ആ അമ്മൂമ്മയുടെ മോളാണ് ഇപ്രാവശ്യം താലെടുത്തെല്ലാം വന്നത്. അപ്പോൾ ഈ ശാസ്താംതുള്ളൽ തുള്ളുന്നത് അവരുടെ കുടുംബത്തിലെ ഇതുപോലെ തലമൂത്ത കാരണവരാണ്. ആ ആൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ശാസ്താംപാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് കേൾക്കുന്നതനുസരിച്ച് അവരിങ്ങനെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഇത് ഞങ്ങളുടെ അമ്പലത്തിലെ തിരുമേനിയാണ് തലയിൽ കാപ്പ് കെട്ടിക്കൊടുക്കുന്നത്. തലയിൽ കാപ്പ് കെട്ടിക്കൊടുക്കും. ഈ കാപ്പ് കെട്ടിക്കൊടുക്കുന്നതോടെ അവർക്ക് നല്ലപോലെ അനുഗ്രഹം കിട്ടും ശാസ്താവിൻ്റെ. ആ നേരത്ത് ഇവരങ്ങ് ആർപ്പൂവ് വിളിച്ചുകൊണ്ടങ്ങ് എടുത്ത് കളത്തിലോട്ടങ്ങ് ആക്കും. കളത്തിലോട്ടങ്ങ് ആക്കി കഴിയുമ്പോൾ പിന്നെ തുള്ളലാണ്. ശാസ്താംതുള്ളലിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭദ്രാദേവിയാണല്ലോ ഞങ്ങളുടെ അമ്പലത്തിലെ. ഭദ്രാദേവിയുടെ സഹോദരസ്ഥാനനായിട്ടാണ് ശാസ്താവിനെ കാണുന്നത്. അപ്പോൾ ഈ ശാസ്താവ് കാട്ടിലോട്ട് പോകുന്നെന്ന് പറയുമ്പോൾ അതിന് പോവരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് തുള്ളുന്ന തുള്ളലാണ് ഈ ശാസ്താംതുള്ളൽ, കളം തുള്ളുന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ള അടുത്ത ചടങ്ങാണ് അമ്പെറിയ. അതായത് ഭദ്രയ്ക്ക് അങ്ങ് സഹോദരൻ പറയുന്നത് കേൾക്കാതെ വരുമ്പോൾ അങ്ങ് ഭയങ്കര ദേഷ്യം വരും. ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയുള്ള ചടങ്ങുകളാണ് ഈ കാണിക്കുന്ന ചടങ്ങുകളെല്ലാം. അതായത് അമ്പയിൽ അട കുത്തിയിട്ട് ശാസ്താവിൻ്റെ നടയ്ക്കുള്ളിലോട്ട് അമ്പെയ്യും. ഒത്തിരി അമ്പെയ്ത് കഴിഞ്ഞ് പിന്നെ അവരവിടെ ഒരു ഉരൽ കൊണ്ടിടും. ആ ഉരലിൻ്റെ മണ്ടേ കയറി അവർ തേങ്ങ ഉടയ്ക്കും. അത് കഴിഞ്ഞ് പുഞ്ചയുടെ വരമ്പത്തൂടെ അവരിങ്ങ് വന്ന് മുടിയും ദേവിയും കൂടെ വന്ന് പിന്നെ മുടിയുടെ നൃത്തമാണ്. നൃത്തത്തിൻ്റെ പലതരത്തിലുള്ള വകഭേദങ്ങൾ നമുക്കിവിടെ കാണാവേ. ഇത് മറുതയായിട്ട് വന്ന് ഉള്ള സംഭാഷണമാണ്. മറുത അവിടെ വന്ന് നിന്നുകൊണ്ട് മുടിയായിട്ട് സംസാരിക്കും. അവസാനം ഇവർ പോയി എന്ന് പറയുമ്പോൾ മറുതങ്ങ് ഓടിപ്പോവും. അത് കഴിഞ്ഞ് ഇത് മുടിയുടെ നൃത്തമാണ്. ഇതിന് അനുസരിച്ച് അവർ ഓരോ പാട്ടുകൾ പാടും. അത് ഓരോ പാട്ടുകൾ ഓരോ കഥകളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ അറിവില്ലേ. ഇതെല്ലാം ഇവർ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ്. അത് കഴിഞ്ഞ് ഉരലിൻ്റെ മുകളിൽ കയറി മുടി
നൃത്തം വയ്ക്കും. ഇതെല്ലാം ഇവരുടെ അമ്പലത്തിലെ ചടങ്ങിൻ്റെ ഭാഗമാണ്. പണ്ടെല്ലാം ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ശക്തി ഫീൽ ചെയ്തിരുന്നെന്ന് ഇവിടെയുള്ളവരെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം എല്ലാം ഒരു ചടങ്ങിൻ്റെ ഭാഗം പോലെ മാത്രമേ ഉള്ളൂ എന്നും ഇങ്ങനെ ഇവിടെയുള്ളവരെല്ലാം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പണ്ടത്തെ ചടങ്ങുകൾ കാണാത്തതുകൊണ്ട് എനിക്കതിനെപ്പറ്റി വലിയ അറിവില്ല. എന്നാലും ഇത്രയധികം ചടങ്ങുകളുള്ള ഒറ്റൊരു ദിവസത്തെ ഉത്സവം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ഇപ്പം ഈ മുടിയുടെ ഉരലിൻ്റെ മുകളിലുള്ള നൃത്തം എന്ന് പറയുമ്പോൾ ഇത് നടക്കുന്നത് ഏകദേശം 4 മണിയോട് അടുപ്പിച്ചായി. അങ്ങനെ ഇത് കഴിഞ്ഞ് ഇനി അടുത്ത ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിപ്പേശെന്ന് പറഞ്ഞ ചടങ്ങാണ്. അപ്പോൾ അതും കാണാൻ നല്ല രസമാണെന്ന് പറഞ്ഞതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഉറക്കം വന്നിട്ട് പോലും ഞാൻ ഉറക്കമുളച്ച് ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഈ ഉരലിൽ നൃത്തം വെക്കുമ്പോൾ ആരെങ്കിലും ആ ഉരലിങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കും കേട്ടോ, മുടിയുടെ നൃത്തം കഴിഞ്ഞ് അതിൻ്റെ ഇടയിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടി. ഇനി ഈ ഉത്സവത്തിൻ്റെ ഏകദേശം അവസാന ചടങ്ങുകളൊക്കെ ആയി തുടങ്ങി കേട്ടോ. ഇതാണ് മുടിപ്പേശെന്ന് പറയുന്നത്. മുടിപ്പേശെന്ന് പറയുന്നത് ഇതുപോലെ മുടി ഒരു കളം വെച്ച് ആ കളത്തിന് ചുറ്റും നടക്കും. കളത്തിന് ചുറ്റും നടക്കുമ്പോൾ അതുകൊണ്ടേ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ മുടിക്ക് എറിയാൻ വേണ്ടിയിട്ട് ഒരു അമ്പ് കൊടുക്കും. ആ അമ്പ് മുടി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു സൈഡിലോട്ടാണ് എറിയുന്നത്, ആ സൈഡിലോട്ട് എറിയും. ഈ 4 സ്ഥലത്തും പന്തം കൊളുത്തി പിടിച്ച് നിൽക്കുന്നത് കളം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഈ കളം എങ്ങാനും മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ദേവിയുടെ ഇത് പോയി കുളത്തിൽ ചെന്ന് അങ്ങ് താഴ്ന്നു പോകുമെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ മുടിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ കളം മുറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പന്തം കൊളുത്തി 4 സൈഡിലും പിടിച്ചിരിക്കുന്നത്. ഇതും എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഈ ദാരികൻ വന്ന് മുടിയോട് മുടിപ്പേശെല്ലാം നടത്തി കഴിഞ്ഞ് അങ്ങ് പോവുക. ഇത് കഴിഞ്ഞ് ഒരു ഗുരുതിയും നടത്തി ഉത്സവം കൊടി ഇറങ്ങി കഴിയുന്നതോടുകൂടെ ഞങ്ങളുടെ 10ാം ഉദയ ഉത്സവവും അവസാനിച്ച് അടുത്ത വർഷത്തെ ഉത്സവത്തിനായുള്ള കാത്തിരിപ്പ്. എൻ്റെ ചെറിയ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ബായ്.